അസോസിയേഷനുകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി കൊച്ചി കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. നവകേരള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിനും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി സംസ്ഥാനത്ത് നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം കൂടിയാണിത്. അതിലേക്ക് തത്സമയം. സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞു. ഇതിനു പുറമെ K5 എന്ന പദ്ധതിയിലൂടെ 2023 പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുക. 2000 ഹോട്ട്സ്പോട്ടുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കൂടുതലായി പ്രയോജനപ്പെടുമെന്നാണ് നാം കാണുന്നത്. സർക്കാർ സേവനങ്ങൾ ഒന്നടങ്കം ഓൺലൈനായി ലഭ്യമാകുന്നിടത്താണ് എത്തുന്നത്. 800-ലധികം സേവനങ്ങളെ ഓൺലൈനായി ലഭ്യമാക്കി കഴിഞ്ഞു. K-സ്മാർട്ട്, സ്മാർട്ട് വില്ലേജ് തുടങ്ങിയവ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി കാര്യക്ഷമമാക്കുകയുമാണ്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം പ്രത്യേക സഹായം വേണ്ടവർക്ക് അത് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയുമാണ്. ഉദാഹരണത്തിന് വാതിൽപ്പടി സേവനങ്ങളിലൂടെ പ്രായമായവർക്കും അംഗപരിമിതികൾക്കും അഗതികൾക്കുമൊക്കെ തങ്ങളുടെ വീട്ടുമുറ്റങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ സാമൂഹ്യനീതി എന്ന ആശയത്തെ മുറുകെ പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുസ്ഥിരവും പ്രകൃതി സൗഹൃദവും അതിജീവന ശേഷിയുള്ളതുമായ നവകേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നാണ് അതിൻ്റെ ഉൾച്ചേർക്കൽ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന അറിവും സ്വാംശീകരിക്കാനും അവയെ ഉൽപാദനോന്മുഖമായി പരിവർത്തിപ്പിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഗവേഷണത്തിലൂടെയും മറ്റും ഉയർന്നു വരുന്ന പുതിയ അറിവുകൾ, ആ അറിവുകളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കാനും കഴിയേണ്ടതുണ്ട്. അതിനുതകുന്ന നിലയിലാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നവീകരിക്കുന്നത്. എക്കാലത്തും പ്രാദേശിക വികസനത്തിൽ ഗൗരവതരമായി ശ്രദ്ധ പതിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1996-ൽ LDF സർക്കാർ മുന്നോട്ട് വെച്ച ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു. അത് സാമ്പത്തികാധികാരങ്ങൾ ഉൾപ്പെടെയാണ് വികേന്ദ്രീകരിച്ചത്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി വീതത്തിൽ 35 മുതൽ 40% വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന നിലയുണ്ടായി. ഓരോ പ്രദേശത്തിനും ആവശ്യമായ വികസന പദ്ധതികൾ അതിടങ്ങളിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി. അങ്ങനെ പ്രാദേശിക വികസനത്തെ ജനകീയ പങ്കാളിത്തത്തോടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇതേ കാഴ്ചപ്പാടോടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ഇക്കാലഘട്ടത്തിൽ
അനിവാര്യമായി പരിഹാരം കാണേണ്ട പുതുതലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാർപ്പിട സൗകര്യം ലഭ്യമാക്കൽ, മാലിന്യ സംസ്കരണം, സംരംഭകത്വ വികസനം, ഇങ്ങനെ പലതുമുണ്ട്. ഇവയെല്ലാറ്റിനെയും നാടിൻ്റെയും നാട്ടുകാരുടെയും ജീവിത നിലവാരത്തെ സമഗ്രമായി ഉയർത്താനുള്ള ഉപാധികളാക്കി മാറ്റുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഇവയിലെല്ലാം നേതൃപരമായ പങ്കുവഹിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കിക്കൊണ്ട് ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് മിഷൻ നടപ്പാക്കി വരുന്നത്. ഈ പദ്ധതി വഴി 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് ലഭ്യമാക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 16 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഭവന പദ്ധതി പ്രയോജനപ്രദമായി എന്നാണ് അർത്ഥം. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷന് വേണ്ടി ഇതുവരെ 17,104 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കേവലം 2018 കോടി രൂപ മാത്രമാണ്. ആകെ ചെലവിൻ്റെ 12% മാത്രം. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങുന്നത്. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് 3.25 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. ശേഷിക്കുന്ന ഭൂരഹിതർക്ക് നൽകുന്നതിനുള്ള ഭൂമി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൽ ലാൻഡ് ബോർഡിലടക്കം തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയുണ്ട്. അവയുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭൂമിക്ക് മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനുതകും വിധം വില്ലേജ് തലം മുതൽ സെക്രട്ടറി തലം വരെയുള്ള സമിതികൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഘടകം വില്ലേജ് തല ജനകീയ സമിതികളാണ്. അതിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ്. 171 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആളുകളെ പട്ടിണി സൂചികയിൽ, നമ്മുടെ ആഗോള പട്ടിണി സൂചിക, അതിലാകെയുള്ളത് 120 രാജ്യങ്ങളാണ്. അതിലെ റെസിഡൻസ് അസോസിയേഷനുകളുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടി പുരോഗമിക്കുകയാണ്. കൊച്ചി കടവന്ത്രയിൽ ഇതിൻ്റെ സമാപനം കൂടിയാണ് ഇന്ന് കുറിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകൾ പ്രാദേശിക തലത്തിലുള്ള ജനകീയ കൂട്ടായ്മകളൊക്കെ അവയുടെ പ്രസക്തിയെ സംബന്ധിച്ചു കൂടിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണം